ചിരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വന്നിരുന്ന ഒരുപാട് കുട്ടികൾക്കിടയിൽ അവൻ മാത്രം എന്നും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിലെത്തിയിരുന്നത്. പേര് ബൈഡൻ എന്നായിരുന്നെങ്കിലും മറ്റു കുട്ടികൾ അവനെ വിളിച്ചത് ബാ ബൈഡൻ എന്നായിരുന്നു. കാരണം അവന് വിക്കുണ്ടായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ എപ്പോഴും സ്കൂളിൽ സങ്കടപ്പെട്ടിരുന്ന ബൈഡനെ ഒരു ദിവസം ആ സ്കൂളിൽ ഒരു ടീച്ചറും ഈ വിക്കിന്റെ പേരിൽ അറിയാതെ ഒന്ന് കളിയാക്കിപ്പോയി. കുഞ്ഞു ബൈഡന്റെ മനസ്സിൽ അതൊരു വല്ലാത്ത മുറിവുണ്ടാക്കി. അതിനുശേഷം വീട്ടിലെത്തിയ ബൈഡൻ ഇനി ഒരിക്കലും ഞാൻ ആ സ്കൂളിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. പിന്നീട് അമ്മ ഒരുപാട് നിർബന്ധിച്ചതിനൊക്കെ ശേഷമാണ് ബൈഡൻ വീണ്ടും സ്കൂളിൽ പോകാൻ തയ്യാറാവുന്നത്. പക്ഷെ അന്ന് ആ കാലത്ത് അച്ഛൻ അവനൊരു അഡ്വൈസ് കൊടുത്തു. ആ അഡ്വൈസ് ആക്ച്വലി ബൈഡന്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചു. നീ ഒരു ചാമ്പ്യനാണ്, നീ എവിടെയും തളരാൻ പാടില്ല, നീ ഏതൊരു പ്രശ്നത്തിൽ വീണുപോയാലും അവിടെ നിന്ന് ഇരട്ട ശക്തിയോടെ കുതിച്ചുയർന്ന് പറക്കുന്ന ഒരു ചാമ്പ്യനാണ് നീ എന്ന് പറഞ്ഞു. അതിനുശേഷം ബൈഡൻ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്കൂളിൽ മറ്റ് കുട്ടികളുടെ മുന്നിൽ ഷൈൻ ചെയ്യാന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വിക്കില്ലാതെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ബൈഡൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. കവിതകൾ ചൊല്ലി തുടങ്ങി, നീണ്ട സെന്റൻസസ് പറഞ്ഞു നോക്കി തുടങ്ങി. പക്ഷെ വിക്ക് മാറുന്നൊന്നുമില്ല. ബൈഡൻ പക്ഷെ തളർന്നില്ല. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പതിയെ അവൻ അവന്റെ വിക്കിനെ അതിജീവിച്ചു തുടങ്ങി. കോളേജിൽ പഠിക്കുമ്പോഴേക്കും ബൈഡൻ അറിയപ്പെടുന്ന ഒരു പ്രസംഗ പരിശീലകനായിട്ട് മാറി. പിന്നീട് പാർലമെന്റ് അംഗമായി. വിക്ക് കാരണം സ്കൂളിൽ പോകാൻ മടിച്ച, മറ്റു കുട്ടികളോട് സംസാരിക്കാൻ ആത്മവിശ്വാസമില്ലാതിരുന്ന ആ കുട്ടി അങ്ങനെ 2021 അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് മാറി.